ക്ലിഫ് ഹൗസിൽ ബോംബ് ഭീഷണി എന്നതാണ്. ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ PS-നാണ് ഇമെയിൽ സന്ദേശം എത്തിയത് എന്നും തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷഫീദ്, ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്ലിഫ് ഹൗസിൽ ബോംബ് ഭീഷണി. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് തിരുവനന്തപുരത്തെ ക്ലിഫ് ഹൗസ്. അവിടെ ബോംബ് സ്ക്വാഡ് ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ PS-നാണ് ഇമെയിൽ സന്ദേശം എത്തിയതെന്നും തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്കിലും ഭീഷണി സന്ദേശം എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഈ നിലയിൽ ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ഷഫീദ് റാവുത്തർ ചേരുകയാണ്. ഷഫീദ്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട് സെക്രട്ടേറിയറ്റ്, എയർപോർട്ട്, നിയമസഭാ മന്ദിരം, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി, ക്ലിഫ് ഹൗസ്, ഇവിടേക്കൊക്കെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ എത്തുകയാണ്. ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രിയുടെ PS-ന്റെ ഔദ്യോഗിക ഇമെയിലിലേക്ക് ഒരു മെയിൽ സന്ദേശം എത്തുന്നത്. അത് ക്ലിഫ് ഹൗസിന് ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ആ സന്ദേശം. ആ സന്ദേശം ലഭിച്ചതിന് പിന്നാലെ തിരുവനന്തപുരത്തെ ബോംബ് സ്ക്വാഡ് ക്ലിഫ് ഹൗസിൽ പരിശോധന നടത്തി. മാത്രമല്ല, പ്രത്യേക പോലീസ് സംഘവും ക്ലിഫ് ഹൗസ് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. എന്നാൽ സംശയാസ്പദമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവർ അറിയിച്ചിരിക്കുന്ന കാര്യം. അതേസമയം തലസ്ഥാനത്തെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലും വ്യാജ ബോംബ് ഭീഷണി സന്ദേശം എത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ചില കാര്യങ്ങൾ അത് വ്യക്തമാക്കിക്കൊണ്ടാണ്, തമിഴ്നാട്ടിലെ ഡ്രഗ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സമാന മുൻപുണ്ടായതുപോലെ ചില കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇന്നും ഇമെയിൽ സന്ദേശം എത്തിയത്. ദിലീപ് കുമാർ, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ തിരുവനന്തപുരത്തെ ക്ലിഫ് ഹൗസിന് ബോംബ് ഭീഷണി, ഈ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.